നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാക്കുകളിൽ നിറയുന്ന സംശുദ്ധിയും കാലം കോർത്തിണക്കിയ കരകൗശല വിദ്യകളും പെണ്ണഴകിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ഡയമണ്ട്സിനല്ലാതെ മറ്റാർക്കും നൽകാനാവില്ല. കേരള ഡിസൈൻ പണിക്കൂലി 2.5% മുതൽ, ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, ആന്റിക് ടർക്കിഷ് ഡിസൈൻ പണിക്കൂലി 5.9% മുതൽ, കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ. Redefining elegance, crafted with traditional Amia Golden Diamonds, Bypass Road, Chaman. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ പിരിച്ചുവിട്ട സംഭവം പുനഃപരിശോധിക്കണമെന്ന് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. കൃത്യമായി ജോലി ചെയ്ത സെക്യൂരിറ്റിക്കാരനെ ആശുപത്രി സൂപ്രണ്ടിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് പിരിച്ചുവിട്ട നടപടി പ്രതിഷേധാർഹമാണെന്നും യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖ് പറഞ്ഞു. രോഗിക്ക് കൃത്യമായി ചികിത്സ നൽകാതെ രോഗി മരിച്ചതും പിന്നീട് നടന്ന സംഭവങ്ങളുമെല്ലാം സമഗ്ര അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. അന്വേഷണം നടക്കാനിരിക്കെ സംഭവത്തിലെ ദൃക്സാക്ഷിയെ പിരിച്ചുവിട്ട് സമ്മർദ്ദത്തിലാക്കാനാണ് ആശുപത്രി ഉദ്യോഗസ്ഥർ ശ്രമിച്ചത്. ഈ സംഭവം നടന്ന ദിവസത്തെ CCTV പരിശോധിക്കുവാനും സംരക്ഷിക്കുവാനും അധികൃതർ തയ്യാറാകണമെന്നും സെക്യൂരിറ്റി ജീവനക്കാരനെ തിരിച്ചെടുക്കാത്ത പക്ഷം യൂത്ത് ലീഗ് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖ് പറഞ്ഞു. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ഹംസ എന്നിവരെ കഴിഞ്ഞ ദിവസം ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയുണ്ടായി. ഡോക്ടർമാരുടെ അടുത്ത് വന്ന അപാകത ചൂണ്ടിക്കാണിച്ചു എന്നുള്ള കാരണം പറഞ്ഞാണ് അദ്ദേഹത്തെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടത്. ഈ ഏജൻസിക്കാണ് സെക്യൂരിറ്റിൻ്റെ ചുമതല എങ്കിലും അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഓഫീസിൽ നിന്നും അഥവാ സൂപ്രണ്ടിൽ നിന്നും നിരന്തരം സമ്മർദ്ദം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ ജോലിയിൽ നിന്നും മാറ്റിയത് എന്നുള്ളതാണ്. അത് നിർബന്ധമായും പുനർപരിശോധനയ്ക്ക് ഈ കമ്പനിയും തയ്യാറാകണം, അതോടൊപ്പം താലൂക്ക് ആശുപത്രി അധികൃതരും തയ്യാറാകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭത്തിന് യൂത്ത് ലീഗ് നേതൃത്വം നൽകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. നിരന്തരം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിരവധി സൗകര്യങ്ങൾ വർദ്ധിക്കുന്നുണ്ടെങ്കിലും ആ സൗകര്യങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സ ഡോക്ടർമാരിൽ നിന്നും രോഗികൾക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. എന്നും നിരന്തരം പരാതികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കൃത്യമായി ജോലി ചെയ്യാതെ KGMO എന്തിനും സംരക്ഷണം നൽകും എന്നുള്ള തരത്തിലുള്ള ഒരു സമീപനവുമായിട്ടാണ് ഡോക്ടർമാരുടെ പോക്ക്. ഡോക്ടർമാരുടെ സംഘടനയൊക്കെ നല്ലത് തന്നെ, പക്ഷേ അത് ജനങ്ങളുടെ ഉപകാരത്തിന് വരാതെ ജനങ്ങളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സംവിധാനത്തിലേക്ക് ഈ സംഗതി പോകുന്നുണ്ട്. രോഗികൾക്ക് കൃത്യമായി ചികിത്സ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും ലഭിക്കാത്ത സാഹചര്യമുണ്ട്. എല്ലാ ദിവസവും പരാതി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. രോഗികൾ പ്രതിഷേധിച്ചാൽ അവർക്കെതിരെ കേസ് കൊടുക്കുന്ന സാഹചര്യവും ആണിപ്പോൾ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിലവിലുള്ളത്. ഈ സാഹചര്യത്തിൽ സെക്യൂരിറ്റിയെ പിരിച്ചുവിട്ട സംഗതി നിർബന്ധമായും പുനർപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ളതാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത്. അദ്ദേഹം നിരപരാധിയാണ്. അദ്ദേഹം രോഗിയായ ഒരാളെ അവിടെ കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു, വീൽ ചെയറിലാണ് കൊണ്ടുപോയത് എന്നൊക്കെ അദ്ദേഹം പറയുന്നത് യാഥാർത്ഥ്യമാണ്. പിന്നീട് 10-20 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ആ രോഗിയെ പരിശോധിക്കാൻ ഡോക്ടർ തയ്യാറാകുന്നത്. അപ്പോഴേക്കും രോഗി മരിച്ചിരുന്നു. എന്നാൽ ആ രോഗിയെ ഇവിടെ എത്തുന്നതിൻ്റെ മുമ്പേനെ മരണപ്പെട്ടു എന്ന് കാണിച്ച് അദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടവും അവിടെ നിന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കൊക്കെ കൊണ്ടുപോയത് ആ രോഗിയോടുള്ള അല്ലെങ്കിൽ ആ മൃതദേഹത്തോടുള്ള അനാദരവാണ്. ആ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷന് യൂത്ത് ലീഗ് പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ അതുമാത്രമല്ല, ഈ വിഷയത്തിൽ തിരൂരങ്ങാടി നഗരസഭ ഉന്നതതല യോഗം ചേരുകയും ആ യോഗത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ഐക്യകണ്ഠേന തീരുമാനിച്ചതുമാണ്. ഈ വിഷയം അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കെ ഈ നേരിട്ട് കണ്ട ഒരാൾ ദൃക്സാക്ഷി എന്നുള്ള നിലക്ക് ഈ സെക്യൂരിറ്റിക്കാരനെ പിരിച്ചുവിട്ടത് അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്നാണ് യൂത്ത് ലീഗിന് പറയാനുള്ളത്. ഈ വിഷയം പുനർപരിശോധിച്ച് അദ്ദേഹത്തെ ജോലിക്ക് തിരിച്ചെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇക്കഴിഞ്ഞ 2-ാം തീയതിയാണ് മൂന്നിയൂരിൽ നിന്നെത്തിയ രോഗി ആശുപത്രിയിൽ വെച്ച് പുലർച്ചെ മരണപ്പെട്ടത്. ഡോക്ടർ റെസ്റ്റ് റൂമിൽ നിന്നും എത്താൻ വൈകിയതും രോഗിക്ക് ചികിത്സ വൈകിയതും തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിനായി ഉച്ചവരെ വൈകിപ്പിച്ചതിനു ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തതടക്കം വലിയ വിവാദമായിരുന്നു. ഇതിനു പിന്നാലെയാണ് സംഭവത്തിന്റെ ദൃക്സാക്ഷിയായ സെക്യൂരിറ്റി ജീവനക്കാരനെ പുറത്താക്കിയ നടപടി വന്നത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.